അയാട്ടയുടെ കോഴ്സുകൾ പഠിക്കാൻ ഏജ് ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ടുകൾ വരാറുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് സംസാരിച്ച് പോയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അയാട്ടയുടെ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു ഏജ് ലിമിറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും പഠിക്കാൻ പറ്റും. പക്ഷേ നമുക്കറിയാം ഈ അയാട്ട എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സെക്ടറുകളിലേക്ക് ജോബുകളിലേക്ക് പോകാൻ പറ്റും. ഒരു സെക്ടറിൽ ഒരുപാട് രീതിയിലേക്ക് ജോബുകളിലേക്ക് പോകാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതിലൊരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ പഠിച്ചു, അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബുകൾ, ഇപ്പോൾ കസ്റ്റമർ ഹാൻഡ്ലിംഗ് അതുപോലെ തന്നെ ബാഗേജ് ഹാൻഡ്ലിംഗ്, അങ്ങനെ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ കിട്ടണമെങ്കിൽ ഈ ഒരു അയട്ട കോഴ്സ് ഒരുപാട് ഒരു കോഴ്സ് തന്നെയാണ് അയട്ടയുടെ ഡിപ്ലോമ പ്രോഗ്രാം. ഇത്തരത്തിലൊരു കോഴ്സ് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടൊരു ജോലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾ 26 വയസ്സിന് മുന്നേ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 26-27 വയസ്സാണ് എയർപോർട്ടുകളിൽ ഇത്തരത്തിലുള്ള ജോബുകൾ കയറുന്നതിന് എയർലൈൻ പറയുന്ന ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിന് മേളിലോട്ടുള്ളവരെ അങ്ങനെ എടുക്കാറില്ല. 26-27 വയസ്സാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാട്ടയുടെ ഒരു കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ജോലികളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ 26 വയസ്സിന് മുന്നിൽ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എവിടെയെങ്കിലും ജോലിക്ക് കയറിയിരിക്കണം. രണ്ടാമതൊരു ഓപ്ഷൻ വരുന്നത് എന്ന് പറയുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അയാട്ട അപ്രൂവൽ ചെയ്ത നല്ല നല്ല ട്രാവൽ ഏജൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൂർ കമ്പനികളിൽ വർക്ക് ചെയ്യാം. അതുപോലെ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ അയാട്ട പഠിച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ എയർപോർട്ട് അല്ലാതെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിലിവിടെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. ഏത് പ്രായത്തിൽ. ഇപ്പം ചില ആളുകൾ ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് അവിടെ ജോലിയൊക്കെ ചെയ്ത് വേറൊരു ജോലിയായിട്ട് മാറണം എന്ന് പറയുന്ന ആളുകൾ ഒരു 40-45 വയസ്സിൽ ഇത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഇതിലൊക്കെ ഈ വിവാഹമൊക്കെ ചെയ്ത ആളുകൾ പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം അവർക്കൊരു ജോബിലോട്ട് പോകാൻ നേരത്തായിട്ട് പഠിക്കുന്നുണ്ട്. അത് 10-35 വയസ്സിന് മേളിലുള്ള ആളുകളാണ്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഒരു ഏജ് ലിമിറ്റ് വരുന്നില്ല. ഈ എയർപോർട്ട് അല്ലാത്ത ജോബുകൾക്ക് അങ്ങനെ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യം വരുന്നില്ല. അവിടെ നിങ്ങളുടെ ഒരു കഴിവനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സ് ഏത് ഇതിലായിട്ടാണ്, ഏത് സെക്ടറിലായിട്ടാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, എയർപോർട്ടാണോ അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഫീൽഡാണോ, അത് നോക്കിയിട്ട് മാത്രമാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ അയാട്ട റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ചോദിക്കാവുന്നതാണ്. നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് മറുപടി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.